കേസ് 4 ലക്ഷം രൂപ 4 ലക്ഷം രൂപയാണ് ഈ കാണുന്ന ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ഞാൻ കൊടുത്തത്. വളരെ കൃത്യമായി പറഞ്ഞാൽ 4,19,116 രൂപ 17 പൈസ ഖത്തം ഹുവ. അതായത് 4,176 യൂറോ എത്രയോ സെന്റ് പോയി ഗൈസ്, പോയി പോയി പോയി. ഇനി ഈ കാശ് എങ്ങനെയാണ് പോയെന്നുള്ളതിന്റെ താത്വികമായ അവലോകനമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളും നിങ്ങൾ ആ മണ്ടത്തരത്തിൽ വീഴാതിരിക്കാനുമുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ജർമ്മനിയിലുള്ളവർക്കും ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്നവർക്കും നാട്ടിലിരുന്ന് ഈ വീഡിയോ കാണുന്നവർക്കും വണ്ടി ഓടിക്കുന്നവർക്കും ഉപകാരപ്പെടുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനി നമുക്ക് റിയൽ സ്റ്റോറിയിലേക്ക് വരാം ഗൈസ്. ആദ്യത്തെ പ്രൊസീജിയർ ആയിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡ്രൈവിംഗ് സ്കൂൾ കണ്ടുപിടിക്കുക, അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാൻ ഞാൻ കൊടുത്തത് 50 യൂറോ. ഈ 50 യൂറോയിൽ ഐ ടെസ്റ്റും ഫസ്റ്റ് എയ്ഡ് ക്ലാസും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഈ 2 പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറായിട്ട് ഗവൺമെന്റ് സ്കൂളിലേക്ക് പോകണം. ഗവൺമെന്റ് സ്കൂളല്ല, ഗവൺമെന്റ് ഓഫീസ് ബുർഗ്രാംറ്റ്. അവിടെ പോയിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കണം. അതിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് ഇന്ത്യൻ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് ജർമ്മനിയിൽ എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത്രയും ആദ്യത്തെ ഒരു പ്രൊസീജിയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിയറി എക്സാമിലേക്ക് കിടക്കാം. തിയറി എക്സാം പഠിക്കാനായിട്ട് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് അവർ തരും. അത് നോക്കി 1200 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. ഈ 1200 ക്വസ്റ്റ്യൻസിൽ 30 ക്വസ്റ്റ്യൻസേ എക്സാമിന് വരുള്ളൂ. ഈ 30 ക്വസ്റ്റ്യൻസിൽ ആകെ 3 ക്വസ്റ്റ്യനിൽ താഴെ ഫെയിൽ ആവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഫെയിൽ ആയാൽ എക്സാം ഫെയിൽഡ്. ശരിക്കും പറഞ്ഞാൽ മാർക്കാണ് എൻ്റെ മാനദണ്ഡം. 2 കാറ്റഗറി ഉണ്ട്, ബി സെക്ഷനും എ സെക്ഷനും. അതായത് ബി സെക്ഷനിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സക്സസ് ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എക്സാം പൊട്ടും. എ സെക്ഷനിൽ പിന്നെയും മാർക്ക് കുറവുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ആശ്വാസമുണ്ട്, എക്സാം ജയിക്കുമെന്നുള്ളത്. ഒരു തിയറി എക്സാം എഴുതാൻ 25 യൂറോണ് ഫീസ്. നമ്മൾ ബുർഗ്രാംറ്റിൽ അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എക്സാം അതോറിറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജർമ്മനിയിൽ ടുഫ്, ഡെക്ര ഈ 2 എക്സാം സെന്റേഴ്സ് ആണുള്ളത്. ഞാൻ എടുത്തത് ടുഫാണ്. തിയറി എക്സാം എങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്ക് തിയറി എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ 3 തിയറി ക്ലാസ്സുകൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അറ്റൻഡ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. എൻ്റെ കാര്യത്തിൽ 3 പ്രാവശ്യമാണ് എക്സാം എഴുതിയത്. അങ്ങനെ ഒരു എക്സാമിന് 25 യൂറോ വെച്ച് 3 എക്സാമിന് 75 യൂറോ ഞാൻ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല. 200 യൂറോ താഴെ പരിപാടി തീരും. ഇനി പൈസ നമ്മുടെ പോകാൻ പോണത് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ വേണ്ടിയാണ്. അതിനായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോകണം. ഒരു പ്രാക്ടിക്കൽ ക്ലാസ് 80 മിനിറ്റ് ആണ്. ഒരു ക്ലാസ്സിന് ഞാൻ കൊടുത്തത് 100 യൂറോ. ഇനി എൻ്റെ ഇത്രയും പൈസ എങ്ങനെ പോയി എന്നുള്ളത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് പോവാ. ബാക്കി ഞാൻ ഇവിടെ വന്നിട്ട് പറയാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണണം കേട്ടോ. ഇനി അങ്ങോട്ടുള്ളതാണ് വലിയ ക്രൂഷ്യലായിട്ടുള്ള പീരീഡ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൈസ ലാഭിക്കാം, ഏത് രീതിക്ക് പൈസ കുറവ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാന്നുള്ളത് ഈ വീഡിയോന്റെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിന് പോകുമ്പോഴാണ് ഡ്രൈവിംഗ് ഓടിക്കാൻ പോകണം. 2-3 ക്ലാസ്സായി പോകണത്. 2-3 അല്ല, ഇപ്പോൾ 5-6 ക്ലാസ്സായി. ഇനി എത്ര ക്ലാസ്സായി? 6. ഞാൻ 7-8 അങ്ങോട്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ സോ എക്സ്പെൻസീവേ. ഒരു ക്ലാസ്സിന് 100 യൂറോ, വെറും ചീപ്പ്. 1 മണിക്കൂർ ക്ലാസ്സിന് 100 യൂറോ. ലൈസൻസ് ഫുള്ള് കിട്ടും 10,000 ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളിന്ന് ലൈസൻസിന്റെ ക്ലാസ്സിന് പോണേ. ഇവിടുത്തെ ക്ലാസ്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ. വി ആർ സ്പീക്കിംഗ് അവർ മദർ ലാംഗ്വേജ്. ഇസ് ഇറ്റ് ഓക്കെ? Okay for me. Yeah, okay. His name is Hussein and he is our instructor today. ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു തിയറി എക്സാം വരെ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 200 യൂറോ ഒക്കെ വരുള്ളൂ. അതും ഡിപ്പെൻഡ് ഓൺ ഡ്രൈവിംഗ് സ്കൂള്. നമുക്ക് വേണമെങ്കിൽ 100 യൂറോ താഴെയും എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ കാശ് പോണത് ഈ പ്രാക്ടിക്കൽ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ്. അതും ഡിപ്പെൻസ് ഓൺ ഡ്രൈവിംഗ് സ്കൂള്. 1 മണിക്കൂർ ക്ലാസ്സിന് 70 യൂറോ മുതൽ 120 യൂറോ വരെ നമുക്ക് കൊടുക്കേണ്ടി വരും. നാട്ടിൽ നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രാക്ടിക്കൽ എക്സാം പാസ്സാവാനായിട്ട് നല്ലോണം കാശ് പൊട്ടിക്കേണ്ടി വരും. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിലുള്ളവർ എല്ലാവരും തന്നെ റൂൾസ് നോക്കി വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പോൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസും അതേ ലെവലിൽ വണ്ടി ഓടിച്ചാൽ മാത്രമേ ഇവർ ലൈസൻസ് നമുക്ക് തരുള്ളൂ. അത് നമുക്ക് വരുന്ന എക്സാമിനർ നല്ല കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. 80 മിനിറ്റ് ആണ് ഒരു റൂളും തെറ്റിക്കാതെ നമ്മൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നല്ല രീതിക്ക് വണ്ടി ഓടിക്കുന്ന ആള് ഇവിടെ വന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യാനുള്ള ഒരു മസിൽ മെമ്മറിയിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറാതെ നമുക്ക് ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നോർമലി റോട്ടിൽ കാണാൻ ചില സൈൻസ് ഒക്കെ ഞാൻ ഇത് ഇപ്പൊ കാണിച്ചുതരാം. ഇതാണ് പ്രയോറിറ്റി സൈൻ ബോർഡ്. ഇത് ഗിവ് അവേ സൈൻ, ഇത് സ്റ്റോപ്പ് സൈൻ, ഇത് വേറൊരു പ്രയോറിറ്റി സൈൻ. ഇതിന് പുറമെ പെഡസ്ട്രിയൻ ക്രോസിംഗ്, ലൈൻ ചേഞ്ച്, ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ റൂള്, സൈക്കിൾ നോട്ടേക്കുമ്പോൾ ഒരു റൂള്, ഈ ട്രാഫിക് ലൈറ്റും പ്രയോറിറ്റി സൈനും ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ബിഫോർ ലെഫ്റ്റ് എന്നുള്ള റൂള്, 80 സോണിൽ 30ക്ക് മേലെ പിടിക്കാൻ പാടില്ല, 50 സോണിൽ 50ക്ക് മേലെ പിടിക്കാൻ പാടില്ല, ഈ 50 സോണിൽ തന്നെ 30 സോണിലേക്ക് ചേഞ്ച് ആവും, ഈ 30 സോണിൽ തന്നെ ടൈം വെച്ചിട്ടൊരു റൂള്. അതിന് പുറമെ കാം സോൺ, സ്കൂൾ സോൺ, ഇതിന്റെ ഇടയിൽ കൂടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ സാധനം ഷോൾഡർ ചെക്ക് അഥവാ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക്. ഇത്രയും കാര്യങ്ങൾ പല പല ക്ലാസ്സിൽ നല്ല വെടിപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഗൈസ്, നമ്മളങ്ങനെ ലാസ്റ്റ് ഡ്രൈവിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കിയാണ്. നാളെ നമ്മുടെ എക്സാമാണ്. ഇവന് രാവിലെ 10 മണിക്ക് എക്സാം, എനിക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞിട്ട് എക്സാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ എണ്ണം ഒന്നും പിടിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് എക്സൈറ്റഡ്.
എക്സൈറ്റ്മെന്റ് അങ്ങേറ്റാണ്. എന്ത് പറയണം മനല്ലേ? പിന്നെ Okay, now we are going to introduce our instructor, Hussein. Hi. Mr. Hussein. Yes, I am very hopeful Yeah, that will be successful tomorrow. exactly. Thank you very much. But don't lose too much time. We have to start. Let's go. Yeah, we are going to start. സമയം വൈകുന്ന പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമയമില്ലെന്ന് നമുക്ക് കയറാൻ പോണേന്ന്. ഓക്കെ, ഫസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോണേ ഞാനാണ്. അതിനായിട്ട് മേൽ ഡ്രൈവ് ചെയ്യും. നോർമലി ഇങ്ങനെ സമ്മതിക്കാറില്ല ഇവിടെ. ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ്. എന്ന് വെച്ചാൽ അറ്റ ക്ലാസ് ഒരാൾ. പക്ഷേ ഈ പുള്ളി നമ്മുടെ മച്ചാനായതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളോട് സെറ്റ് ചെയ്ത് തരും. ഹുസൈൻ ബ്രോ, ദ സ്ട്രോങ്സ്റ്റ് ഇൻസ്ട്രക്ടർ ഇൻ ഡൈനാമിക് ഫാഷുളെ ലാംഗ്വേജ് ഇൻ ബെർലിൻ, ജർമ്മനി And the world. ഇൻ ദ വേൾഡ്, The universe. യൂണിവേഴ്സ്. എക്സാമിന്റെ അന്ന് ഒരിക്കെ പുറത്തില്ല. നെട്ടോട്ടം വട്ടോട്ട് ഓടി ഞാൻ. ടെൻഷൻ കയറി ചത്ത് വീട്ടിലിരുന്ന് ഭ്രാന്ത് കയറിയിട്ട് നേരെ പാർക്കിലോട്ട് ഓടി. അങ്ങനെ ഒരു കണക്കിന് സമാധാനപ്പെട്ടിട്ട് എന്നെ തന്നെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് സെറ്റായിട്ടിരിക്കുന്ന സമയത്ത് ആ ഇമ്മാനുവൽ തണ്ടി വിളിച്ചിട്ട് പറയുകയാണ് അവൻ എക്സാം പൊട്ടിയത്. പോയി മൊത്തം കയ്യിൽ നിന്ന് പോയി. എന്തോ ആവട്ടെ എന്ന് വെച്ചിട്ട് നേരെ എക്സാം സെന്ററിലോട്ട് വിട്ട്. ഗൈസ്, നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് എക്സാം സെന്ററിന് മുമ്പിൽ വന്നിട്ട് ഒരു കോഫി കുടിക്കണം. തലമുണരട്ടെ. Rhineland. പ്രൂഫ് റൈൻലാൻഡ്. You can show. ടൂഫ് റൈൻലാൻഡ്. എക്സാമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇത്തിരി ടഫ് പേഴ്സൺ ആണ്. നമുക്ക് ട്രൈ ചെയ്യാം. But we are tougher. Yeah, we are tougher than him. Yes. Yeah. And we are too. I'm taking coffee and preparing for the exam. Let's see what's gonna happen. Fail. ഗൈസ്, ആദ്യത്തെ നമ്മൾ തോറ്റുപോയി. ആദ്യത്തെ സംഭവം നമുക്ക് അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി, കിട്ടിയില്ല. ചെറിയൊരു മിസ്റ്റേക്കായിരുന്നു. 3-4 മിസ്റ്റേക്ക് അധികം വരുത്തിക്കൊണ്ട് അവർ ഫെയിലാക്കി. ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ അറ്റംപ്റ്റിന് എക്സാമിന് 400 യൂറോ. പിന്നെ അതിനു മുമ്പ് പിന്നെ കുറച്ച് ക്ലാസ്സുകൾ കൊടുക്കണം. മാൻഡേറ്ററി ക്ലാസ്സുകളുണ്ട്, പക്ഷെ എന്നാൽ പോലും ഫെയിലായി കേസ്. വിഷമമുണ്ട്. On Monday. On Monday we have exam again. I'm well prepared and right now I should do this. Okay, it's long days and I spend a lot of money, so I don't want to spend again. I earned a lot of money. They bought new car from my Yes. they bought new cars. And I will buy a house in Kerala. Yeah, he already bought one Audi with Emmanuel, Aravind and me. Yes. We are 3 fucking people doing this every day. Okay, let's see guys, then see you next day on the exam time. See you. Yeah, bye bye. Bye. വീണ്ടും മാസത്തിന് വന്നിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെയാണ് എക്സാം. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഡേറ്റ് എടുത്തു. അതാ മായ തന്നെയാണ് പരിപാടി കഴിയില്ല. ഇന്നെന്തായാലും നമ്മൾ അടിക്കണം മച്ചന്മാരെ, അല്ലെങ്കിൽ ശരിയാവില്ല. സമയം പോയി, ജോലി ചെയ്യാൻ പറ്റണില്ല. ഭയങ്കര ടെൻഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ടുഡേ വി ആർ കൂൾ. തോറ്റി പിന്നെ തോറ്റ് ഗൈസ്, രക്ഷയില്ല. ആകെ ഡള്ളായി, കോൺഫിഡൻസ് മൊത്തം പോയി, മനസ്സൊക്കെ മടുത്ത്. തോക്കുകയാണെങ്കിൽ മാത്രം പ്രശ്നമല്ല, കയ്യിൽ നിന്നോടെ കാശ് ഇറങ്ങി പോകുന്നുണ്ട്. ഒരു എക്സാമിന് 400 യൂറോ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ പഠിക്കണ ഡ്രൈവിംഗ് സ്കൂളിൽ ഇത്തിരി പൈസ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പോവും, സമയം പോവും. ജോലിയുടെ ഇടയിലാണ് നമ്മൾ സാധനം ചെയ്യണത്. പിന്നെ ഈ ജയിക്കാത്തതുകൊണ്ട് ആകെ ഈ ലാസ്റ്റ് എക്സാമിന് ഞാൻ വെറും 3 മിനിറ്റാണ് വണ്ടി ഓടിച്ചത്. 3 മിനിറ്റ് കൊണ്ട് ആ എക്സാമർ എന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ആ ഒരു ഫസ്റ്റ് നോർമലി എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഫസ്റ്റ് 5 മിനിറ്റ് അങ്ങനെ ആരും ഒന്ന് കെയർ ചെയ്യില്ല, അവരെങ്ങനെ ജസ്റ്റ് റിലാക്സ് ആക്കിയിട്ട് ഇരിക്കുള്ളൂ. എന്നെ 5 മിനിറ്റ് പോലും ഓടിപ്പിച്ചില്ല. ഭയങ്കര എന്താ പറയുക, ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു റേസിസം ഫേസ് ചെയ്യുന്നവിടെ വന്നിട്ട്. കാരണം എക്സാമിനർ അങ്ങനത്തെ ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത് ആദ്യം തുടങ്ങി. വന്നപ്പോൾ തന്നെ പുള്ളി അവിടെ നിന്ന് സ്റ്റക്കായി. എന്നെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പയ്യൻ മുമ്പിലേക്ക് വന്നത്. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല പുള്ളി നമ്മുടെ അടുത്ത് നമുക്കൊരു ഇത് കിട്ടുമല്ലോ പുള്ളിയുടെ നിന്ന്. കുഴപ്പമില്ല, അവരെങ്ങനെയും ബിഹേവ് ചെയ്തോട്ടെ. എന്നാലും ഇപ്പം ഞാൻ എക്സാം ഫെയിലായിട്ട് ഇപ്പോൾ 2 ദിവസമായി. 2 ദിവസം കൊണ്ട് ഞാൻ ഒന്ന് സെറ്റായിട്ടില്ല അങ്ങോട്ട്. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ഒരു 3 മിനിറ്റ് 400 യൂറോ. 400 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 38,000 രൂപ അടുക്കെ വരും. അതുമാത്രമല്ല, ഞാനിപ്പോൾ നിലവിൽ ഒരു 3,400 യൂറോളം മുടക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അതായത് നാട്ടിലൊരു 3,20,000 രൂപയോളം നമ്മൾ ഇതിനകത്ത് ഇറക്കി. എന്നിട്ടും ഒരു ഇതില്ല. പക്ഷെ നമ്മൾ തോക്കൂല. നമ്മളത് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും. ആ ശക്തി കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടെ നമ്മുടെ ആ കാര്യങ്ങൾ അങ്ങനെ മുമ്പിലേക്ക് നിങ്ങളെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. തള്ളി നീക്കി പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട്. പക്ഷെ നമ്മൾ എടുക്കും.
എടുക്കാതെ ഈ സാധനം നിർത്തൂല എന്ന് വെച്ചാൽ നിർത്തൂല. എത്ര പൈസ മുടക്കിയിട്ടാണെങ്കിലും എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ എടുത്തിരിക്കും. ഈ വീഡിയോ ഞാൻ ഇടുന്നത് എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഡ്രൈവിങ് ലൈസൻസൊക്കെ കൈ കിട്ടിയിട്ടേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഫീലിങ്സ് തന്നെ അങ്ങോട്ട് പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. കിട്ടി അവസാനം മാസമായിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇനി ടിപ്സ് ആൻഡ് ട്രിക്സ്. ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളത് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കുക. ഇല്ല ഗൈസ്, എൻ്റെ കാര്യത്തിൽ എനിക്ക് സംഭവിച്ചത്, ഞാൻ തിയറി എക്സാം പാസ്സാവണേക്ക് മുമ്പ് പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ തിയറി എക്സാമിന് മുമ്പ് തന്നെ ഒരു 10 ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് പോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ തിയറി എക്സാം പാസ്സായിട്ടാണ് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആദ്യത്തെ ഒരു 1000 euro എൻ്റെ പോയി. പിന്നെ എനിക്ക് സംഭവിച്ചത് നിങ്ങൾ കണ്ടല്ല, 2 പ്രാവശ്യം ഞാൻ എക്സാം ഫെയിലായി. ആ 2 പ്രാവശ്യവും 2 എക്സാമിനായിട്ട് 800 euro എക്സ്ട്രാ പോയി. അതോടൊപ്പം തന്നെയുള്ള മാൻഡേറ്ററി ക്ലാസ്സിനും എക്സ്ട്രാ കാശ് പോയി. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോയാൽ മതി. നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം, ഒട്ടും ടെൻഷൻ പാടില്ല, സ്ട്രെസ്ഡ് ആവരുത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പണി കിട്ടുന്നത് സ്ട്രെസ് അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർന്ന്, പിന്നെ നമുക്ക് പാസ്സാവൽ ഇത്തിരി ദുർഘടം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ടെൻഷൻ അടിക്കരുത്, നല്ല രീതിക്ക് പഠിച്ചിട്ട് മാത്രം എക്സാം എഴുതാൻ പോവുക. അതിപ്പോൾ 2 ക്ലാസ് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. നല്ല രീതിക്ക് എല്ലാ റൂൾസും പഠിച്ച് ലൈൻ ചേഞ്ച്, ഷോൾഡർ ചെക്ക്, പിന്നെ ഈ പെഡസ്ട്രിയൻ ക്രോസിങ്ങിനുള്ള അവരെ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സൈക്കിൾ ഓവർടേക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറേ, അതായത് ചില മിസ്റ്റേക്ക് വരുത്തുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അതായത് ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും, എന്നാലും അതവർ സമ്മതിക്കൂല, ജയിപ്പിക്കൂല. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ വരുത്താതെ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ ഇൻസ്ട്രക്ടറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം എക്സാം എഴുതാൻ പോവാ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വെച്ചാൽ വരെ അവസാനം നമുക്ക് സാധനം കൈ കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, cheers.